അതിവരെ അല്ല, അതിനേക്കാൾ പ്രധാന ഒരു കാര്യം ഇന്ന് രാവിലെ ഒരു കൂട്ടത്തിലേക്ക് വന്ന് ഞാൻ വായിച്ചു കൊടുത്തിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ ഇന്ത്യ മുന്നണി യോഗത്തിൽ ഒരു പരാമർശം, കേരളത്തിൽ അദാനിയെ കൊണ്ടുവന്നത് LDF ഗവൺമെന്റാണ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പരാമർശം അത് തികച്ചും അവാസ്തവമായ കാര്യമാണ്, അടിസ്ഥാനരഹിതമായ കാര്യമാണ്. കേരളത്തിൽ അദാനിയെ കൊണ്ടുവന്നത് 2015 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആയിരുന്നു. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കരാറിൽ അന്നത്തെ കോൺഗ്രസ് നേതൃത്വം ധിക്കരിച്ചുകൊണ്ട് തന്നെ കരാറുണ്ടാക്കി. ആ കരാറിന്റെ ഉള്ളടക്കത്തെ അന്ന് ഞങ്ങൾ എതിർത്തിരുന്നതാണ്. കരാർ വിഴിഞ്ഞം നടക്കണം, അതേസമയത്ത് കരാറിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചോളം അത് നമുക്ക് 45-ന് ശേഷം മാത്രമേ റിട്ടേൺ ഉണ്ടാവുള്ളൂ. നീണ്ട 17 വർഷങ്ങൾ പിന്നീട് നമ്മൾ ലാഭിച്ചെടുത്തുകൊണ്ട് ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് ഞങ്ങൾ കൺസ്ട്രക്ഷനുമായി ഉണ്ടാക്കിയിട്ട് പുതുക്കിയ എഗ്രിമെന്റ് അനുസരിച്ച് 2, 3, 4 ഘട്ടം 2028 തീരുവന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മുഖ്യമന്ത്രി നിർവഹിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് അദാനിയെ വിളിച്ചുകൊണ്ട് വന്നത് യഥാർത്ഥത്തിൽ UDF ഗവൺമെന്റാണ്, ഉമ്മൻചാണ്ടിയുടെ കാലം, LDF ഗവൺമെന്റ് അല്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ അദാനിയായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയാണല്ലോ ഒരു സ്പെഷ്യൽ പ്ലെയിൻ ചാർട്ട് ചെയ്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മംഗലാപുരത്തേക്ക് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് പോകാൻ ഇടവന്നു. ചിത്രം നമ്മളെല്ലാം പത്രത്തിൽ കണ്ടു. 2 പേര് ആ ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പമുള്ളൂ. ഒന്ന് അദാനിയുടെ പ്രതിനിധി, 2 ആ കൂട്ടത്തിൽ NDAയുടെ ജനപ്രതിനിധി. അപ്പൊ BJP ഉൾക്കൊള്ളുന്ന മുന്നണിയുടെ ജനപ്രതിനിധി അദാനിയുടെ പ്രതിനിധിയും ചേർന്ന് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി ആകാൻ പോകുന്നു ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തീർപ്പ് കൽപ്പിച്ചു പോയ നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി അവരുമായി അത്രയൊരു ബന്ധം സ്ഥാപിച്ച് ആ രഹസ്യ സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. ആ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല. അപ്പോ ബഹുമാനായ രാഹുൽ ഗാന്ധി ഇതൊക്കെ മനസ്സിലാക്കാതെയാണോ LDF ഗവൺമെന്റാണ് അദാനിയെ വിളിച്ചുകൊണ്ട് വന്നത്? അല്ല, അദാനിക്ക് കൂടുതൽ ലക്ഷ്യമുണ്ട്. അദാനി ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹമാണ് അവിടുത്തെ വൈദ്യുതി രംഗത്തെ സപ്ലൈ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, സ്വകാര്യ മേഖലയിൽ തീർത്ത്. കേരളത്തിൽ അതിനുള്ള സൗകര്യം ലഭിച്ചില്ല, ശ്രമിച്ചതായി. അപ്പൊ ഇന്ന് സൗകര്യം കിട്ടുമെന്നുള്ള നോക്കത്തിലേക്ക് പോകുന്ന ചില സൂചനകൾ കണ്ടു തുടങ്ങി. മറ്റൊന്ന് കരിമണൽ ഖനനം അവരുടെ ഒരു സ്വപ്നമാണ്. കേരളത്തിൽ LDF ഗവൺമെന്റ് അനുവദിച്ചില്ല. ഇപ്പോൾ UDF ഗവൺമെന്റ് വരുമ്പോൾ സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്നു പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിന് മീതെ ഇത്തരം ശക്തികളൊക്കെ ഒരു വേതാള കഴുകനെ പോലെ വട്ടവിട്ട് പറക്കുകയാണ് ഈ രംഗമൊക്കെ രാജ്യം കൊണ്ടുപോകാൻ. അപ്പൊ അതിനൊക്കെ ഏതൊക്കെ സമീപകാല ഭാവി നമുക്ക് കാണാം തരാൻ പോകുന്ന സൂചന. അതിന്റെ തുടക്കമല്ലേ ആദ്യത്തെ സന്ദർശനവും രഹസ്യയാത്രയും ചർച്ചയും ഒക്കെ അത് വെളിപ്പെടുത്തട്ടെ സംഭവം. ആളുകളാരെങ്കിലും സംശയിച്ച് അവരെ കുറ്റം പറയാനൊക്കെ. അതുകൊണ്ട് അദാനിയെ കൊണ്ടുവന്നത് ആരാണ് എന്ന് ബഹുമാനായ രാഹുൽ ഗാന്ധി മനസ്സിലാക്കാതെ തെറ്റായ രൂപത്തിൽ ഇത്തരം ഒരു വാർത്ത അല്ലെങ്കിൽ കമന്റ് അദ്ദേഹം കൊടുത്തത് ശരിയായില്ല. ശരിയാകണമെങ്കിൽ കഴിഞ്ഞ കാലത്തെ ചരിത്രം അദ്ദേഹം പരിശോധിച്ചാൽ മതി. അപ്പോഴാണ്